പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 96ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണസീയെ നമ്മുടെ ഇടയിൽ ആരാധനയെ കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ അജു ആർ ജോൺ ആണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത് അടൂരിൽ നിന്നുമാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ആരാധനയെ ക്ഷണിച്ചുകൊള്ളുന്നു. അനുഗ്രഹിതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ നിന്ന് രാത്രി അല്പസമയമായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, പദവിയാണ്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഫെലോഷിപ്പ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മ ഏകദേശം ഒരു 96 ദിവസമായി ഇങ്ങനെ നടക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതിന് നേതൃത്വം കൊടുക്കുന്ന വാത്സല്യമുള്ള സഹോദരങ്ങൾ ഡെന്നിസ് ചാൻ, അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസി സിജി ഡെന്നി എന്നിവർക്ക് പ്രത്യേക വന്ദനം. ഇന്ന് രാത്രി ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ രാജേഷ് പാസ്റ്റർ, ഓൺലൈനിൽ ഇപ്പോഴും ഇതിനു ശേഷവും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം. കർത്താവിന്റെ ദാസൻ രാജീവ് പാസ്റ്ററെ, ഒത്തിരി സന്തോഷം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സാധാരണ ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉള്ളപ്പോൾ ഞാൻ ചർച്ചിൽ പോയി നല്ല മനോഹരമായ സൗണ്ട് സിസ്റ്റവും അങ്ങനെ അവർ ചെയ്യുകയാണ് പതിവ്. എന്നാൽ കുറച്ച് ദിവസമായി ദേവദാസി പറഞ്ഞതുപോലെ കുറച്ച് തിരക്കുകൾ, പാലക്കാട് നിന്ന് നേരെ തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, ഇങ്ങനെ ഇപ്പൊ ഈ കൺവെൻഷൻ സീസൺ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, യാത്രകൾ ഇന്നലെ രാത്രിയാണ് ഭവനത്തിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് വീണ്ടും അങ്ങോട്ട് ഭയങ്കര ശക്തമായ ഇടിയും മഴയും കാറ്റും ഉള്ള സമയം ആയതുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് വീണ്ടും ഒരു അവസരം ദൈവം തരുമ്പോൾ വളരെ മനോഹരമായിട്ട് ആ കാര്യം ചെയ്യുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. എന്നെക്കുറിച്ച് കർത്താവിന്റെ ദാസി പരിചയപ്പെടുത്തിയല്ലോ. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. ചെറിയ പ്രായത്തിൽ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാനുള്ള നല്ല ഭാഗ്യം തന്നു. അനുഗ്രഹിക്കപ്പെട്ട സെമിനാരിയിൽ ദൈവവചനം പഠിച്ചു. എൻ്റെ പപ്പയുടെ വല്യപ്പച്ചന്റെ പ്രായമുള്ളവരെ സെമിനാരിയിൽ പഠിപ്പിക്കാനുള്ള അവസരം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് തന്ന താലന്റുകൾ വിവിധ സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ ഇത്രയും പറഞ്ഞത് എങ്ങനെ ഇനി ഓർക്കുമ്പോൾ ഒരു വാക്കെങ്കിലും സ്തോത്രം പറഞ്ഞാൽ അത് ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരും. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ വലിയ തയ്യാറെടുപ്പുകളോ പാട്ടിന്റെ ലിസ്റ്റുകളോ ഒന്നും എടുത്തിട്ടില്ല. കാരണം പരിശുദ്ധയാത്മാവ് നമ്മെ നയിക്കുന്നത് പോലെ ഇതിന് ശേഷം നമ്മെ കാണുന്നവർക്കും ഒരു അനുഗ്രഹമായി തീരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു മനോഹരമായ ഒരു ഗാനമുണ്ട്. ഞാൻ സാധാരണ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പാടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനം, നമ്മൾ കേട്ടിട്ടുള്ള ഗാനം, ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. ഹൃദയം തകർന്നൊരു മനുഷ്യന്റെ ഒരു പ്രാർത്ഥന, അതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനുശേഷം ഞാനൊന്ന് പറയാം. പ്രാർത്ഥനയോടെ ആ പാട്ടിന്റെ ചില വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് നമ്മളെ ധാരാളം സഹായിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമൻ തോളിൽ പതിച്ചു. ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമൻ തോളിൽ പതിച്ചു. ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. കുരിശുകളോരോന്നായി പെരുകുമ്പോ അവശതയാ ചുറ്റും നോക്കി ഞാൻ
കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടിത്തളരുമ്പോൾ കാലക്കേടാണൻ നോദിയെല്ലാരും വേഗം എന്നിൽ നിന്നകലുമ്പോൾ നാണക്കേടിന്റെ നേരത്താരും തന്റെ ആശ്വാസം നൽകാനില്ലാത ക്രൂശിലേക്കൊന്നു നോക്കി ഞാൻ ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു കരുത്തേകും നിൻ കരമൻ തോളിൽ പതിച്ചു ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി സഹചരെ ഞാനെന്നും സ്നേഹിച്ചു അവരുയരാൻ നന്നായി യത്നിച്ചു പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു സമയം ഞാനേറെ പങ്കിട്ടു എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരം നാശിച്ചു പണമില്ലാതായി ബലമില്ലാതായി ആർക്കും വേണ്ട കറിവേപ്പിലയാ ദൈവത്തിൻ സ്നേഹം ഓർത്തു ഞാൻ ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു കരുത്തേകും നിൻ കരമൻ തോളിൽ പതിച്ചു ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു കരുത്തേകും നിൻ കരമൻ തോളിൽ പതിച്ചു ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി കരുത്തേകും നിൻ കരമൻ തോളിൽ പതിച്ചു ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഈ പാട്ടിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതിന്റെ വരികൾ വളരെ ലളിതമായ വരികളാണ്. ആർക്കും വേണ്ടാത്ത ഒരു കറിവേപ്പിലയായി എന്നൊരു നാടൻ ഭാഷാ പ്രയോഗം ആ പാട്ടിനകത്തുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ. ഇതിനുശേഷം ഓൺലൈനിൽ ഇനി ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു 20-25 മിനിറ്റ് ഒരു പാട്ടേ പാടുന്നുള്ളൂ, 2 പാട്ടേ പാടുന്നുള്ളെങ്കിലും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം പറയുന്നൊരു കാര്യം, ഒരാൾക്കെങ്കിലും അതൊരു ആശ്വാസമായി തീർന്നാൽ ഒരു ശുശ്രൂഷകർ എന്ന നിലയിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. ബഹുമാന്യ ദൈവദാസൻ രാജേഷ് മാഷ്, ജോൺസൺ പാഷ് എല്ലാവരും ഇതിനകത്തുണ്ട്. രാജീവ് പാഷ്, ആത്മനിർവോധ അവരെല്ലാം ശുശ്രൂഷിക്കും. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം യേശുവിന്റെ നാമത്തിൽ 5-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഒരു മനുഷ്യൻ കിടക്കുക, 1-2 വർഷമല്ല 38 വർഷം ഒരു മനുഷ്യൻ കിടക്കുക. അവന്റെ അടുക്കൽ യേശു വന്ന് ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? മലയാളം ബൈബിളിൽ മനസ്സുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പം മറ്റൊരു പരിഭാഷയിൽ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്നൊരു ട്രാൻസ്ലേഷൻ കിടപ്പുണ്ട്. നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ആ മനുഷ്യൻ പറയുന്നത്
എനിക്ക് ആഗ്രഹം ഉണ്ടെന്നല്ല, എന്റെ കണ്ണ് വല്ലാതെ നിറയിച്ചൊരു സംഭവം. എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. ഓ സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു കാലത്ത് എനിക്ക് അപ്പനുണ്ടായിരുന്നു, എനിക്ക് അമ്മയുണ്ടായിരുന്നു, സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, സുഹൃത്തു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇപ്പൊ എന്നെ സഹായിക്കാൻ, എന്റെ കൂടെ നിൽക്കാൻ, ദൂതൻ വന്ന് കുളം കലക്കുമ്പോ അതിനകത്തോട്ടൊന്ന് ഇറങ്ങാൻ എന്നെ സഹായിക്കാൻ എനിക്കൊരു മനുഷ്യനുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിന് ശേഷം ഈ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അവിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം സ്നേഹിത, ഈ ലോകത്തിന്റെ സ്നേഹം ഇതാണ്. ഒരു കാലത്ത് നിനക്കുണ്ടായിരുന്നവരെല്ലാം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മാറാതെ ആശ്രയമായി, അഭയമായി, സങ്കേതമായി, തക്ക തുണയായി നിൽക്കുന്ന ഒരു നല്ല യേശു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് അങ്ങോട്ട് ഉയർത്തുക. ആ യേശു കർത്താവിന്റെ പ്രത്യേകത, അവൻ നമ്മെ കാണുന്ന ദൈവമാണ്, അവൻ നമ്മെ അറിയുന്ന നല്ലൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, അത് പറഞ്ഞ അടുത്ത വാക്കിലോട്ട് വരികയാണ്. ബെഥേസ്ദ കുളക്കരവിൽ അത്ഭുതം നടക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് രോഗികൾ സൗഖ്യമായിട്ടുണ്ട്, ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ യേശു വന്ന് ചെയ്ത അത്ഭുതത്തിന്റെ ഒരു പ്രത്യേകത, ദൂതൻ വന്നിട്ടില്ല, കുളത്തിൽ ഇറങ്ങിയില്ല, കുളം കലക്കിയില്ല. എന്റെ ഭാഷയെ പറഞ്ഞാൽ കുളത്തിനകത്തിറങ്ങാതെ, ഉടുപ്പ് നനയാതെ, തലമുടി നനയാതെ രക്ഷപ്പെട്ട ഒറ്റ ഒരുത്തനേ ഉള്ളൂ. 38 വർഷമായി ആരുമില്ലാതെ കിടന്ന ഒരു മനുഷ്യൻ. പരിശുദ്ധയാത്മാവ് കഴിഞ്ഞ ദിവസം എന്നെ പഠിപ്പിച്ച, എന്നെ ചിന്തിപ്പിച്ച ഒരു ഒറ്റ പദമാണ് അതിനകത്തൂടെ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, മഹാത്ഭുതങ്ങളുടെ ദൈവമാണ്, വെറൈറ്റി അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേര് അത് വിശ്വസിക്കുന്നു? നമ്മുടെ ദൈവം വെറൈറ്റി അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. കരയണ്ട, വേദനകൾ വന്നാലും ഭാരങ്ങൾ വന്നാലും കൈവിടാത്ത ഒരു നല്ല കർത്താവ്. വളരെ മനോഹരമായ മറ്റൊരു ഗാനം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിന്റെ നിത്യതയിൽ ശ്രമിക്കുന്ന JVP തങ്ങൾ എഴുതിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. എനിക്ക് എന്നും ഇഷ്ടമുള്ളൊരു ഗാനം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, വഴിയൊരുക്കും അവൻ നാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും, വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. മനോഹരമായ ഒരു ഗാനം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. വിവിധ സ്ഥലങ്ങളിലാണ് നമ്മളായിരിക്കുന്നതെങ്കിലും എന്റെ കൂടെ ഒന്ന് ചേർന്ന് പാടുക. കർത്താവിന്റെ നാമത്തെ ഈ സൂം മീറ്റിംഗിലും നമുക്ക് ഒന്നിച്ചുയർത്താം. കർത്താവ് സഹായിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. ആമേൻ. വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കുന്നവൻ നാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ ഹല്ലേലൂയ.
ഓ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, ഓ രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ വലയുകയോ, അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നമ്മെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനം അയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഓ വഴിയൊരുക്കുന്നവൻ നാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കുന്നവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. എവിടെ? ചെങ്കടലിലും വഴി തുറപ്പാ, ഞാൻ ഇന്നും ശക്തനല്ലയോ. ഓ ചെങ്കടലിലും വഴി തുറപ്പാൻ, ഞാൻ ഇന്നും ശക്തനല്ലയോ. ആമേൻ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ഓ അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ, ഞാൻ ഇന്നും ശക്തനല്ലയോ. ആമേൻ. ചെങ്കടലിലും വഴി തുറപ്പാൻ, ഞാൻ ഇന്നും ശക്തനല്ലയോ. അതുകൊണ്ട് കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കരുതുന്നവൻ ഓ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരിന്റെ താഴ്വരയിലും നമ്മെ കൈവിടാത്ത ഒരു നല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. വഴി ഒരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പൊതുവഴി തുറന്നിടുമേ. ഓ, ഞാൻ പലപ്പോഴും ആ വരികൾ പാടിക്കൊണ്ട് നിൽക്കുമ്പോ അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. എന്തൊരു ഭയങ്കരമായ വചനമാണ് ആ പാട്ടിനകത്ത് ഭക്തനായ മനുഷ്യൻ എഴുതി വെച്ചേക്കുന്നത്. വഴി ഒരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. അടുത്ത ആ 2 വരി ഭയങ്കര ശ്രദ്ധേയമാണ്. ഒരുപാട് പ്രാവശ്യം നമ്മളത് പാടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആ വരിയുടെ ആഴം. വാതിലുകൾ പലത് അടഞ്ഞിടിലും, വാതിലുകൾ പലത് അടഞ്ഞാലും വല്ലവൻ പൊതുവഴി തുറന്നിടുമേ. വാതിലുകൾ അടയും, പക്ഷെ വല്ലവൻ പൊതുവഴികൾ എന്ന ഭക്തൻ പറഞ്ഞില്ല. എനിക്ക് അതാണ് ആ പാട്ടിന്റെ ഏറ്റവും ഭയങ്കരമായ സന്തോഷമുള്ള ഒരു കാര്യം. അടയുന്നത് വാതിലുകൾ പലതായിരിക്കാം, പക്ഷേ വല്ലവൻ ഒരു വഴിയാണ് തുറക്കുന്നത്. വല്ലവൻ പുതുവഴി, വഴികൾ എന്ന പദമില്ല, പുതുവഴി തുറക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു 4 വഴി അടഞ്ഞാൽ ദൈവം ഒരു ഒറ്റ പുതുവഴി തുറന്നാൽ മതി. ഞാൻ സാധാരണ പറയും 40,000 വഴിയുടെ എഫക്റ്റാ ഇന്ന് രാത്രി ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇതിന് ശേഷം ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോ, എനിക്കൊരു വഴിയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന വേദനയോടെ, നിരാശയോടെ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ആത്മനിറവിൽ പറയാം, ഇല്ലില്ല, കരയേണ്ട, ചെങ്കടലിനകത്ത് വഴി തുറന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചരിത്ര പഠനം അനുസരിച്ച് 850 അടി കനത്തിൽ കരിനീലിച്ച് കിടന്ന വെള്ളത്തിനകത്ത് ഹൈവേ റോഡ് ഒട്ടൊരുക്കി ജനത്തെ അക്കരെ കടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ആ കർത്താവ് പറയുന്നത്, കരയണ്ട, നിരാശപ്പെടണ്ട, ഞാൻ നിന്റെ കരം പിടിക്കുന്ന ദൈവമാണ്, ഞാൻ നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്ന ദൈവമാണ്. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ, ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. യേശുവിന്റെ നാമത്തിൽ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, നമ്മുടെ മുമ്പിൽ ചില ജനലുകൾ അടഞ്ഞു പോയത് 2024 ചില ജനലുകൾ അടഞ്ഞു പോയത്, ചില വാതിൽ ദൈവം തുറക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഹാഗാറെ, നിന്റെ കയ്യിലെ ഒരു തുരുത്തി വെള്ളം തീർന്നു പോയത് എന്തിനാണെന്നറിയാമോ? ഇന്നയോളം വറ്റിപ്പോകാത്ത ഒരു വലിയ നീരുറവ് നിനക്ക് തുറക്കാൻ വേണ്ടിയാ. യേശുവിന്റെ നാമത്തിൽ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നയോളം കണ്ടിട്ടില്ലാത്ത ചില പ്രതികൂലങ്ങൾ വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, ദൈവം ചില വഴികൾ തുറന്ന് നമ്മെ ആദരിക്കേണ്ടതിന്, മാനിക്കേണ്ടതിന് വേണ്ടി ചില വഴികൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ മറ്റൊരു ഗാനം കൂടെ, പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. അതിനകത്ത് ഒരു ആശയം കൂടെ പറഞ്ഞ് അടുത്ത 2-3 പാട്ട് ഒരുമിച്ച് പാടി ദൈവദാസനായി സമയത്തെ വേർതിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയ ഒരു വഴിയുണ്ട്. നമ്മൾ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യഹോവയിലെ അവൻ കരുതിക്കൊള്ളും. നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയിലെ അവൻ കരുതും. എന്നാൽ ഞാൻ പറയാം, യഹോവയിലെ എന്ന് പറഞ്ഞാൽ ദൈവം കരുതുമെന്നല്ല യഥാർത്ഥ അർത്ഥം. അവൻ മുന്നമേ കരുതും. പ്രൈസ് ദി ലോർഡ്. അവൻ മുന്നമേ കരുതും. അവൻ മുന്നമേ കരുതും. എന്താ ദൈവദാസനെ അങ്ങനെ പറഞ്ഞത്? പറയാം. വയസ്സാങ്കാലത്ത് കിട്ടിയ മകനെ കൊണ്ട് അപ്പൻ മോറിയ മലയിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ ചോദ്യം അപ്പന്റെ കണ്ണി നോക്കി ആ മകൻ ചങ്ക് പറിക്കുന്ന ചോദ്യം, അപ്പാ വിറകൊണ്ട് തീയുണ്ട്, ആട്ടിൻകുട്ടി എവിടെ? ആ കുഞ്ഞിന്റെ കണ്ണി നോക്കി തിരിച്ച് അപ്പൻ പറഞ്ഞ മറുപടി, ഹോമയാഗത്തിന്
യാഗപീഠത്തിനുള്ള ആട്ടിൻകുട്ടിയെ യഹോവ കരുതിക്കൊള്ളും. അപ്പൊ രണ്ടുപേരും ഉത്തരം പറയുന്നത് ആട്ടിൻകുട്ടി. എവിടെ ഒരാൾ ചോദിക്കുമ്പോൾ അപ്പൻ പറയുന്നു ആട്ടിൻകുട്ടിയെ യഹോവ കരുതിക്കൊള്ളും. ചരിത്രം അറിയാമല്ലോ, മോറിയ മലയിൽ ചെന്നു യാഗപീഠം ഒരുക്കി മകനെ പിടിച്ചു കൈകാലുകൾ ബന്ധിച്ചു, അവനെ നേരെ കിടത്തി മലർത്തി കിടത്തി അരകിൽ തിരിയിരിക്കുന്ന മൂർച്ചയുള്ള കത്തി കൊണ്ട് അവനെ കഷണം കഷണമാക്കി നടുവെ പിളർക്കാൻ തുടങ്ങുമ്പോൾ ഒരു വിളി, അബ്രഹാമേ അബ്രഹാമേ. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, കൊമ്പ് കാട്ടിൽ കുരുങ്ങി ഒരു ആട്ടിൻ കുട്ടി കിടക്കുന്നത് കണ്ടെന്നല്ല വചനം പറയുന്നത്, ആട്ടിൻ കൊറ്റൻ കിടക്കുന്നത് കണ്ടു. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് മകൻ ചോദിച്ചത് ആട്ടിൻകുട്ടി എവിടെ? അപ്പൻ മറുപടി പറഞ്ഞത് ആട്ടിൻകുട്ടിയെ, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ യഹോവ കരുതിക്കൊള്ളും. പക്ഷെ ഇപ്പൊ കരുതിയത്, ദൈവം കരുതിയ കാഴ്ച അബ്രഹാം നോക്കുമ്പോ കണ്ടത് ആട്ടിൻകുട്ടി കിടക്കുന്നത് കണ്ടെന്നല്ല, ആട്ടിൻ കൊറ്റൻ കിടക്കുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ, സഹോദരങ്ങളെ? എന്താ ആട്ടിൻകുട്ടിയും ആട്ടിൻ കൊറ്റനും തമ്മിലുള്ള വ്യത്യാസം? ചരിത്ര പഠനം അനുസരിച്ച് ഒരാട്ടിൻ കുഞ്ഞ് ആട്ടിൻകുട്ടി ആട്ടിൻ കൊച്ചനാകാൻ 14 വർഷം എടുക്കും. ഓഹോ, എന്റെ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരാട്ടിൻ കുഞ്ഞ് ആട്ടിൻ കൊച്ചനാകാൻ 14 വർഷം എടുക്കും. അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോകുമ്പോ ചരിത്ര പഠനം അനുസരിച്ച് ഇസഹാക്കിന്റെ വയസ്സ് വെറും 13. അപ്പോൾ ഒരു ആട്ടിൻ കുഞ്ഞ് ആട്ടിൻ കൊച്ചനാകാൻ 14 വർഷം എടുക്കും. അബ്രഹാമിന്റെ മകന്റെ പ്രായം 13 എന്ന് പറഞ്ഞാൽ ഇസഹാക്കിന് വേണ്ടി, അബ്രഹാമിന്റെ തലമുറയ്ക്ക് വേണ്ടി, അവൻ പോലും ജനിക്കുന്നതിന് 1 വർഷം മുമ്പ് ഈ താഴ്വരയിൽ ഏതോ ഒരു വീട്ടിൽ അബ്രഹാമിന്റെ കുഞ്ഞിന് വേണ്ടുന്ന, തലമുറയ്ക്ക് വേണ്ടുന്ന ആട്ടിൻ കുഞ്ഞിനെ ദൈവം കരുതിയെങ്കിൽ, ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രദ്ധിക്കുന്ന, ഇതിനു ശേഷം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളോട് കരം കൂപ്പി ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ വെറുതെ വിടുന്ന ദൈവമല്ല. ആ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നമ്മുടെ മുമ്പിലിറങ്ങി വന്ന് കരയുന്നവരെ കരം പിടിച്ച് നെഞ്ചോട് ചേർക്കുന്ന ഒരു ദൈവമാണ്. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കണ്ണുകളെ നടക്കാം. ദൈവദാസൻ ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കാൻ പോകുക. ഇന്ന് രാത്രി ആ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമാകണം. അതിനേക്കാൾ ഉപരിയായി ഇതിനുശേഷം യൂട്യൂബിൽ കാണുന്നവർക്കൊരു ഭയങ്കര വിടുതലാകണം. ഞാൻ അത് വിശ്വസിക്കുന്നു. ഒരാളെയെങ്കിലും ആ വചനം കയറി ഒന്ന് തൊട്ടാൽ ഞങ്ങൾ ദൈവദാസന്മാർ സന്തുഷ്ടരാണ്. അതുകൊണ്ട് ഒന്ന് സമർപ്പിക്കാം. നമുക്കൊന്ന് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു വാക്കെങ്കിലും ഞങ്ങളുടെ സഹോദരങ്ങളോടൊന്ന് സംസാരിക്കണമേ. ഞങ്ങളെ ഒരു വാക്കെങ്കിലും ഒന്ന് ഞങ്ങളോട് കർത്താവേ ഒന്ന് ഇടപെടണമേ. പ്രാർത്ഥനയോടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ രക്തത്താൽ ജയം. ഓ ഓ കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനെന്നെ, കൈവിടില്ലൻ കർത്തനെന്നെ, കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥൻ എന്നും നടത്തിയിടുന്നു. ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതൻ ദൂഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയായി
പാറയേശു പുതുജീവൻ പകർന്നിടും. ആമേൻ. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ആമേൻ. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഹല്ലേലൂയ. ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയായ യേശു വഴിയൊരുക്കുന്ന ഒരു ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മുടെ കരം പിടിക്കുന്ന ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിംഗിൽ അല്പസമയം ഇങ്ങനെ ഒരു അവസരം ഒരുമിച്ച് ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഡെന്നിസ്റ്റാനായി, കർത്താവിന്റെ ദാസി സിജി ഡെന്നിക്കായി നന്ദി പറയുന്നു. എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. ബഹുമാന്യ ദൈവദാസന്മാർ രാജേഷ് ഭാഷ, കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ജോൺസൺ ഭാഷ, രാജീവ് ഭാഷ, ഓൺലൈനിൽ ബാക്കി നമ്മൾ ശ്രദ്ധിക്കുന്ന അനീഷ് ഭാഷ, എല്ലാവരെയും ഓർത്ത് നന്ദി. എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. ഒരുമിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രക്തദാനം ചെയ്യും. താങ്ക് യു.